കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. വലിയ മൺകട്ടകൾ റോഡിലേക്ക് പതിച്ചു. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കുപ്പത്ത് ദേശീയപാതയിൽ നേരത്തെയും മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അതിന് സമീപമാണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ജിൽസി, കുപ്പത്ത് അനുദിനം സ്ഥിതിഗതികൾ സങ്കീർണമായി വരികയാണ്. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ രാത്രിയും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇതുവഴിയുള്ള ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. അതിനുശേഷം തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുപ്പം പാലത്തിന് സമീപത്തുകൂടി കണ്ണപുരം വഴിയിലൂടെ വഴിതിരിച്ചുവിടുകയും ഒപ്പം പയ്യന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പിലാത്തറയിൽ വെച്ച് വഴിതിരിച്ചു വിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതായത് റോഡിലേക്ക് വലിയ തോതിൽ കല്ലുകളൊക്കെ ഇടിഞ്ഞു വീഴുകയാണ്. നേരത്തെ മണ്ണും ചെളിയും മാത്രമാണ് ഇടിഞ്ഞു വീണതെങ്കിൽ ഇപ്പോൾ വലിയ കൂറ്റൻ പാറക്കല്ലുകൾ കൂടി ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇതുവഴി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. അത് വലിയ അപകട സാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. കാൽനട യാത്രക്കാരടക്കമുള്ളവർ, ഇരുചക്ര വാഹനക്കാർ എല്ലാം നിരവധി ആളുകൾ വരുന്ന വഴി. സ്വാഭാവികമായും അതുവഴി ഇനി വാഹനങ്ങൾ കടത്തിവിടുക എന്നത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും ഇന്നലെ രാത്രി മുതൽ തന്നെ അതുവഴി നിരോധിച്ചിരിക്കുന്നു. എന്തായാലും അതിനുശേഷവും ഇപ്പോൾ ഓരോ മഴ പെയ്യുന്നതിന് പിന്നാലെയും ഇങ്ങനെ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു സ്വകാര്യ കമ്പനിയുടെ ഒരു ഇരുനില കെട്ടിടം, വലിയൊരു കെട്ടിടം അവിടെയുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ചുവട് ഭാഗം ചേർന്ന് ഇപ്പോൾ ഇങ്ങനെ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് അതിനെ താങ്ങി നിർത്തിയിരുന്ന ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ലാണ് ഇപ്പോൾ ഇടിഞ്ഞ് റോഡിലേക്ക് വീണിരിക്കുന്നത്. ഒരുപക്ഷെ ആ കെട്ടിടം പോലും അപകട ഭീഷണിയിലേക്ക് പോകുന്നു. അതിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്നത് സർവീസ് റോഡായി ഉപയോഗിക്കാനായി ഉണ്ടാക്കിയ റോഡാണ്. ആ റോഡ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇപ്പോൾ തകർന്ന സാഹചര്യമാണുള്ളത്. അതായത് ഓരോ മഴ പെയ്യുമ്പോഴും കുപ്പത്ത് ദേശീയപാതയിൽ ഇങ്ങനെ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.